കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. ശ്രദ്ധിച്ച്, സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന, നിങ്ങൾ അത് വെറുതെ പറയണമെന്നല്ല, ഉണ്ട്. ഈ ലോകത്തിന് ഒത്തിരി നാളുകൾ ഇതുപോലെ പോകാൻ പറ്റില്ല. കർത്താവ് പല മുന്നറിയിപ്പുകൾ ഈ ലോകത്തിന് കൊടുക്കുന്നുണ്ട്. ലോകം മാനസാന്തരപ്പെടുവാൻ, കർത്താവിലേക്ക് തിരിച്ചു വരുവാൻ, നമുക്കുണ്ടാകുന്ന തകർച്ചകൾ, നഷ്ടങ്ങൾ, പരാജയങ്ങൾ, ഇതൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുന്നറിയിപ്പുകളാണ്. നിങ്ങൾ മനസ്സിലാക്കണം. വെളിപാട് പുസ്തകം 3:10 കർത്താവ് പറയുന്നു, വെളിപാട് 3:10, ആ വചനമെടുത്ത് എല്ലാവരും ഉച്ചത്തിൽ വായിച്ച്. വെളിപാട് പുസ്തകം 3:10 എന്താണ് കർത്താവ് നമ്മൾ അറിയിക്കുന്നത്? ഉച്ചത്തിൽ വായിക്കാം. യെസ്. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ, സകല ഭൂവാസികളെ, ലോകത്തിലുള്ള സകല മനുഷ്യരെയും പരിശോധിക്കുവാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത്. കണ്ടോ, പരീക്ഷണങ്ങളുടെ ലോകം വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ലോകത്തിൽ പല വിനാശങ്ങളുണ്ടാകും, തകർച്ചകളുണ്ടാകും, പല വിധത്തിലുള്ള കഷ്ടതകളുണ്ടാകും. ലോകത്തിൽ കൊടിയ സഹനത്തിലൂടെ പോകേണ്ടി വരും. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ എന്താ കർത്താവ് പറയുന്നത്? ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് കർത്താവ് നമ്മളെ കാത്തു സൂക്ഷിക്കും. ആരെ കാത്തു സൂക്ഷിക്കും? കർത്താവിൻ്റെ മുദ്രിത, ശ്രദ്ധിക്ക്, കർത്താവിൻ്റെ മുദ്രിത ആത്മാക്കളെയാണ് കർത്താവ് എല്ലാവരും സൂക്ഷിക്കില്ല സഹോദരങ്ങളെ. കർത്താവിൻ്റെ വഴിയിൽ ജീവിച്ചവരെയാണ്, കർത്താവിനെ അനുസരിച്ച് ജീവിച്ചവരെയാണ്, കർത്താവിനോട് ചേർന്ന് ജീവിച്ച തൻ്റെ വിശ്വസ്തരായ കുടുംബങ്ങളെ, തൻ്റെ വിശ്വസ്തരായ വ്യക്തികളെ, തൻ്റെ വിശ്വസ്തരായ കൂട്ടങ്ങളെ കർത്താവ് സംരക്ഷിക്കും. ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. ഇപ്പോൾ ലോകത്തിൽ, നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ്, ലോകത്തിൽ ചില വിനാശങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ പറയുന്നത് സന്തോഷത്തോ വേദനയോടെ പറയണം. എന്നിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ കോവിഡ് വന്നപ്പോൾ അനേകർ ചിന്തിച്ചു ഇനിയെങ്കിലും കുറേയൊക്കെ ജനം മാനസാന്തരപ്പെടുമെന്ന്. പക്ഷെ കോവിഡ് കഴിഞ്ഞപ്പോൾ മാനസാന്തരമല്ല ഉണ്ടായത്, കുറേം കൂടി ദുഷിപ്പാണ് ഉണ്ടായത്. ദുഷിച്ചു പോയി, അഹങ്കാരവും ദുഷിപ്പും. എവിടെയാണ് മാനസാന്തരം ഉണ്ടായത്? കേരളത്തിൽ പ്രളയം വന്നു കഴിഞ്ഞാൽ പ്രളയ സമയത്തൊക്കെ വലിയ പ്രാർത്ഥന സ്തുതിപ്പുണ്ടായിരുന്നു. പ്രളയം കഴിഞ്ഞതോടുകൂടി അതൊക്കെ പോയി. പ്രൈസ്തലോ. കർത്താവ് പൊട്ടനല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവൻ സർവശക്തനാണ്. ഇത്രയും മുന്നറിയിപ്പുകളും ഇത്രയും വാണിങ്സ് തന്നിട്ടും മാനസാന്തരപ്പെടാൻ നീ തയ്യാറാകും മോനെ. നിനക്കുള്ള സന്ദേശ, നീ മാനസാന്തരപ്പെടാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, നീ അനുദപിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, എൻ്റെ പൊന്നുമോനെ, നീ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ രക്ഷയിലേക്ക് വരാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ അമ്മമാരെ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മനസ്സില്ലെങ്കിൽ അത്ര സുഖകരമായ അനുഭവങ്ങളല്ല ഇനി വരാൻ പോകുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിൻ്റെ നടുവിലും കർത്താവ് കുറേ പേരെ മുദ്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയുന്നില്ല എന്നുള്ള മാമോദീസ മുദ്രയുണ്ട്. അതിൽ കർത്താവ് വലിയ സംരക്ഷണം മുദ്ര തരുന്നുണ്ട്. ഹല്ലേലൂയ. സംശയം വ്യർത്ഥ പറയുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കണം. എസെക്കിയേൽ പ്രവചനം 9:4 വരിക. എസെക്കിയേൽ പ്രവചനം 9:4 എന്താ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്? എസെക്കിയേൽ 9:4 പറയാ, എല്ലാവരും ഉച്ചത്തിൽ വായിച്ച്. ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർക്കുള്ള കൃപ. അവരുടെ കണ്ടു, ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ, ആരെല്ലാം മധ്യസ്ഥം വഹിക്കുന്നുവോ, ആരെല്ലാം ദൈവസന്നിധി നിലവിളിക്കുന്നുവോ, കരങ്ങൾ വിരിക്കുന്നുവോ, അവർക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ കൃപയെക്കുറിച്ച് ഈ വചനം പറയുന്നത്. മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക, മുദ്രയിടുക. അങ്ങനെ കർത്താവ് പ്രത്യേകം മുദ്ര ചെയ്ത ആത്മാക്കളുണ്ട്. അവരെ തൊടാൻ ഒരു തിന്മയ്ക്കും പറ്റുകയില്ല.
ഒരു 4 പേരോട് നിങ്ങൾ ഉറക്കെ പറഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ മുദ്രിതാത്മാക്കളാകണം. പറഞ്ഞ് കർത്താവിൻ്റെ മുദ്രിതാത്മാക്കൾ. മനസ്സിലാവുന്നുണ്ടോ? മുദ്രിതാത്മാക്കൾ. ഒരു പകർച്ചവ്യാധി, ഒരു മഹാമാരി, ഒരു വെള്ളപ്പൊക്കവും ഒരു വിനാശവും എന്തൊക്കെ വന്നാലും നിന്നെ കർത്താവ് കാത്തു സൂക്ഷിക്കൂ. നിന്നെ കർത്താവ് കാത്തു സൂക്ഷിക്കൂ. നീ കർത്താവിനോട് വിശ്വസ്തമായൊരാത്മാവാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിലുണ്ടാകാൻ പോകുന്ന വിനാശങ്ങളുടെ സമയത്ത്, പകർച്ചവ്യാധികൾ, യുദ്ധക്കെടുതികൾ, മാരകമായിട്ടുള്ള തകർച്ചകള്, ഈ വിനാശങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. പറഞ്ഞ് ഞാൻ നിന്നെ സംരക്ഷിക്കും. കർത്താവ് പറയാണ്, അതിനാൽ നീ പ്രാർത്ഥനയിൽ ജാഗ്രത വേണം. ജാഗ്രത വേണം. നന്നായി പ്രാർത്ഥിക്കണം. തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു കർത്താവ് വേർതിരിക്കും സഹോദരങ്ങൾ. കർത്താവ് വേർതിരിക്കും. വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് ഒരു 1-2 വചനം മാത്രം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണതാ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരിക. പുറപ്പാട് പുസ്തകത്തിൽ എന്താ കർത്താവ് പറയുന്നത്? പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം, അവിടെ 4-ാമത്തെ തിരുവചനം വായിക്കുക. ഇസ്രായേൽക്കാരുടെയും, എല്ലാവരും ഉച്ചത്തിൽ വായിച്ച് സ്വരത്തിൽ, ഇസ്രായേൽക്കാരുടെയും ഈജിപ്തുകാരുടെയും മൃഗങ്ങൾക്ക് തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും എന്ന് പറഞ്ഞ കർത്താവ് ഒരു അതിരിടാണ്. തനിക്കുള്ളവരും തനിക്ക് അല്ലാത്തവരും. കണ്ടോ? തന്നോട് വിശ്വസ്തത പുലർത്തുന്നവരും തന്നോട് അവിശ്വസ്തരായിട്ടുള്ളവരും, തന്നെ സ്നേഹിക്കുന്നവരും ജഡീകമായി ജീവിക്കുന്നവരും. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് ഒരു ഭേദം കൽപ്പിക്കും. കർത്താവ് ഒരു വേലി കെട്ടും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആ വേലി കെട്ടുമ്പോ പറയാണ്, കണ്ടോ, എന്നാൽ ഇസ്രായേൽക്കാരുടേതിൽ ഒന്നുപോലും നശിക്കുകയില്ല, നശിച്ചു പോവില്ല. സംശയിക്കേണ്ട. കർത്താവ് പറയുന്നത്, നിങ്ങൾ 9:6 വായിച്ച് 6 എന്താ പറയുന്നത്? അടുത്ത ദിവസം തന്നെ കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു. ഈജിപ്തുകാരുടെ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി, എന്നാൽ ഇസ്രായേൽക്കാരുടെ മൃഗങ്ങളിൽ ഒന്നുപോലും ചത്തില്ല. കർത്താവ് വേലി കെട്ടി. മഹാമാരിക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റിയില്ല. സംഹാരദൂതനെ കടക്കാൻ കണ്ടു. കുഞ്ഞാടിന് രക്തത്തിൻ്റെ അടയാളമുണ്ട്, കടക്കാൻ പറ്റുന്നില്ല. കൂരിരുട്ടിനെ കടക്കാൻ പറ്റുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈജിപ്തിൽ ബാധിച്ച മഹാമാരി, ഇതൊക്കെ ഒരു അടയാളമാണ്. നൂറ്റാണ്ടുകൾക്കും അടയാളം കൊടുത്തിരിക്കുക. ഇതെല്ലാം ലോകത്തിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് കടന്നു പോകും.